പ്രിയങ്ക ഖാർഗെ ലക്ഷ്യമിടുന്നത് വലിയ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പം ഈ DK ശിവകുമാറിൽ നിന്ന് പരമാവധി ഫോക്കസ് മാറ്റി നിർത്തുക എന്നുള്ളതാണ് സിദ്ധരാമയ്യയുടെ ഒരു പ്രധാന ലക്ഷ്യം. ആ രീതിയിലാണ് ഇപ്പം സിദ്ധരാമയ്യയുടെ മകൻ യതീന്ദ്ര പറഞ്ഞിരിക്കുന്നത്. സിദ്ധരാമയ്യ രാഷ്ട്രീയത്തിൽ നിന്ന് ഏതാണ്ട് വിരമിക്കാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് പിൻഗാമിയായിട്ട് സതീഷ് ജാർക്കിഹോളിയൊക്കെയാണ് പരിഗണിക്കുന്നത്. അദ്ദേഹം നന്നായിരിക്കും, നല്ലൊരു ലീഡറായിരിക്കും, അച്ഛൻ്റെ അതേ രീതിയിലുള്ള ഒരു ലിബറൽ ലീഡറാണെന്നൊക്കെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് ഇനി വരുന്ന ഒരു മുഖ്യമന്ത്രി അതൊരു ലിബറലായിട്ടുള്ള ഈ ഒരു ഹിന്ദു വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന ഒരു ലീഡറായിരിക്കും എന്നാണ് പറയാതെ ഇപ്പം പറഞ്ഞിരിക്കുന്നത്. സിദ്ധരാമയ്യയുടെ ആ ഒരു ക്രെഡൻഷ്യലുള്ള ഒരു ലീഡർ. ലിബറൽ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമുക്ക് ലിബറൽ എന്ന് പറയാൻ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ടും ഈ രീതിയിൽ അഹിന്ദ പൊളിറ്റിക്സ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു ലീഡർ, അതാണ് പുരോഗമനവാദിയായ ഒരു ലീഡർ എന്ന് സതീഷ് ജാർക്കിഹോളിയെ ഇദ്ദേഹത്തിൻ്റെ മകൻ വിശേഷിപ്പിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ടാഗിൽ നിൽക്കുന്ന മറ്റൊരു ലീഡറാണ് പ്രിയങ്ക ഖാർഗെ. അപ്പം തൻ്റെ ഒരു പൊളിറ്റിക്കൽ ഹെയർ ആയിട്ട് പ്രിയങ്ക ഖാർഗെയോ അല്ലെങ്കിൽ സതീഷ് ജാർക്കിഹോളിയോ ഒക്കെയാണ് സിദ്ധരാമയ്യ പരിഗണിക്കുന്നത്. അതിനർത്ഥം അദ്ദേഹം തന്നെ തുടരും, ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക, എന്നിട്ട് അദ്ദേഹം തന്നെ തുടരും. ഇനിയിപ്പോൾ തുടർന്ന് അല്ലെങ്കിൽ അദ്ദേഹം മാറി നിൽക്കുകയാണെങ്കിൽ ഇത്തരം ആരെങ്കിലും തൻ്റെ പിൻഗാമിയായിട്ട് കർണാടകയുടെ മുഖ്യമന്ത്രി പദത്തിൽ വരും എന്നുള്ള സൂചനയാണ് നൽകിയിരിക്കുന്നത്. അതായത് DK ശിവകുമാറിനെ പരമാവധി മാറ്റി നിർത്തുക, DK ശിവകുമാർ ഉപമുഖ്യമന്ത്രിയായിട്ട് തന്നെ തുടരേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളതെന്നാണ് വ്യക്തമാക്കുന്നത്.